ആഫ്രിക്കയിലെ സുഡാനിന്റെ പ്രശ്നത്തിന്റെ പിന്നിൽ ആരാണ് എന്നും അത് എങ്ങോട്ടാണ് ഇനി നീങ്ങാൻ പോകുന്നത് എന്നുമുള്ള ചിത്രം ഏകദേശം നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടു വരികയാണ്. അമേരിക്കയുടെ സെക്രട്ടറി ഇന്ന് പ്രതികരിച്ചിരിക്കുകയാണ്. ദി RSF ഹാസ് കൺക്ലൂഡഡ് ദാറ്റ് ദേ ആർ വിന്നിംഗ്. ഇപ്പോൾ അവിടെയുള്ള റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആളുകൾക്കെതിരെ അതിക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ടെററിസ്റ്റ് വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, ആ വിഭാഗം ഇപ്പോൾ വിജയിക്കുകയാണ്. ആൻഡ് ദേ ആർ കമ്മിറ്റിംഗ് സെക്ഷൽ വയലൻസ് ആൻഡ് ഹോറിഫൈങ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൻ, ചിൽഡ്രൻ, ഇന്നസെന്റ് സിവിലിയൻസ്. സാധാരണക്കാർക്കെതിരെ അതുപോലെ സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമണം നടത്തുന്നു. ഇങ്ങനെ അതിശക്തമായ രൂപത്തിൽ മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തുകയാണ് ഇപ്പോൾ എന്ന് അമേരിക്കയുടെ സെക്രട്ടറി പറയുകയാണ്. ഇതേ രീതിയിലായിരുന്നു ആദ്യം സിറിയയിൽ IS കടന്നു വരുന്ന സമയത്ത് അമേരിക്കയുടെ പ്രതികരണം. അങ്ങനെയാണ് അന്താരാഷ്ട്ര സഖ്യം ഈ ISനെ നിലക്ക് നിർത്താൻ വേണ്ടി കയറി വന്നത്. എന്നാൽ അതിന് പൂർണ്ണ പരിഹാരം ഉണ്ടാകണമെങ്കിൽ അവിടെയുള്ള സർക്കാർ തന്നെയാണ് ശ്രമിക്കേണ്ടത്. ആ സർക്കാരിനെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ മറ്റു രാഷ്ട്രങ്ങൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് അവിടെ നേരെ അമേരിക്ക ഇടപെടുന്നു. അവർക്കിപ്പോൾ ഒരുപാട് താവളങ്ങൾ അവിടെ ഉണ്ടായി. അവസാനം എന്ത് സംഭവിച്ചു? അന്ന് ISന്റെ ആളുകളാണെന്ന് പറഞ്ഞ് തകർക്കാൻ വേണ്ടി പോയതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ ISന്റെ ആളുകളാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത്. അന്ന് അമേരിക്ക പറഞ്ഞ IS തന്നെയാണ് ഇപ്പോൾ സിറിയ ഭരിക്കുന്നത്. അവിടെ യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ വൈറ്റ് ഹൗസിൽ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഒരു നാടകമായിരുന്നു. സിറിയയിലെ ടെററിസം IS എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഒരു നാടകമായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. ഞാനതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് ആരെങ്കിലും വിചാരിക്കേണ്ടതില്ല. സാക്ഷാൽ ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞതാണ് ISനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒബാമയും ഹിലാരി ക്ലിന്റനുമാണ് എന്ന്. ഇത് പരസ്യമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത് നിഷേധിക്കാൻ ഈ കേൾവിക്കാരായ ആളുകൾക്ക് കഴിയില്ലല്ലോ. അങ്ങനെ ഒരു ടീമിനെ അവിടെ സൃഷ്ടിച്ചതും അതിലൂടെ എന്താണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത് എന്നതും ഇപ്പോൾ ചിത്രം വ്യക്തമാണ്. കാരണം ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകണമെങ്കിൽ സിറിയയിലെ ബഷാർ അൽ അസദിന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇല്ലാതാകണം. കാരണം അത് ഇറാന് സപ്പോർട്ട് നൽകുന്ന ഭരണകൂടമാണ്. സിറിയ ആണെങ്കിൽ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രവുമാണ്. അങ്ങനെ വരുമ്പോൾ സിറിയയിൽ ഇറാന് സ്വാധീനമുള്ള രീതിയിൽ മുന്നോട്ട് പോയാൽ, അത് അവിടെ ശക്തി ഉണ്ടായാൽ അത് ഇസ്രായേലിന്റെ ഗ്രേറ്റ് ഇസ്രായേൽ പദ്ധതിക്ക് വിഘാതം സൃഷ്ടിക്കും, വിഘ്നം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ സിറിയയിൽ ആ ഒരു ഭരണം പാടില്ല എന്ന് അവർ തീരുമാനിക്കുക. എന്നാൽ ഇനി ആഫ്രിക്കയിൽ നടക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല. ഒരു ഭാഗത്ത് ഈ റാപ്പിഡ് ഫോഴ്സിന് ആയുധങ്ങൾ, ആംസുകൾ എല്ലാം നൽകുന്നത് ആരാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വ്യക്തമായ റിപ്പോർട്ടുകൾ വരുന്നു ലിബിയയിൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കുന്നു എന്ന്. ലിബിയയിൽ നിന്ന് ആരാണ് ആയുധം നൽകുന്നത്? അവിടെ ആരാണുള്ളത്? അന്താരാഷ്ട്ര സഖ്യം, യൂറോപ്പും അമേരിക്കയുടെ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ അവർ സപ്പോർട്ട് നൽകുന്ന വിഭാഗങ്ങൾ, അവരിലൂടെയാണ് ഈ വിഭാഗത്തിന് ആയുധങ്ങൾ നൽകുന്നത്. പക്ഷെ ഔദ്യോഗികമായ ലൈൻ അല്ല എന്ന് മാത്രം. ഇനി ആ വിഭാഗത്തെ തകർക്കാൻ വേണ്ടി അന്താരാഷ്ട്ര സഖ്യത്തിന് സുഡാനിലെത്തേണ്ടി വരും. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ മാരകമായ ആക്രമണം നടത്തിയെങ്കിലേ ലോകത്ത് ഇത് ചർച്ചയാവുകയുള്ളൂ. അപ്പോഴേ അത്തരത്തിലുള്ള മനുഷ്യത്വത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിനെതിരെ അവരെ ഒതുക്കാൻ, സുഡാൻ അവർ പിടിച്ചടക്കിയാൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര സഖ്യത്തിന് ഇനി അവരെ ഒതുക്കാൻ വേണ്ടി വരേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന നാടകം. എന്ന് പറഞ്ഞാൽ ഇവിടെ ടെററിസ്റ്റുകൾ ഉണ്ടാകുന്നതും ടെററിസ്റ്റുകളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നതും ഇതെല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ്. അവരുടെ അന്താരാഷ്ട്ര പദ്ധതികൾ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയുടെ ആസൂത്രിതമായ മുന്നൊരുക്കങ്ങളാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ അമേരിക്ക ഇപ്പോൾ അത് ഗൗരവമായി കാണുന്നുവെങ്കിൽ ആഫ്രിക്കയിലുള്ള സൈന്യത്തെ, അവിടുത്തെ ഔദ്യോഗികമായ സൈന്യത്തിന് അവർ സഹായവും പിന്തുണയും നൽകണം. പക്ഷെ അതുണ്ടാവുകയില്ല. അവിടെ ഇടപെടുകയും ഈ അവസാനം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ വിഭാഗം ഇല്ലാതാകും. അതായത് യഥാർത്ഥ അവിടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നു പോകും. ഈ വിഭാഗം തീവ്രവാദികൾ ഇവിടെ ഒരു ഏരിയ പിടിച്ചടക്കും. അമേരിക്ക മറ്റൊരു ഭാഗത്ത് കുറെ സൈനിക താവളങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ അവസാനം ഈ യഥാർത്ഥ സൈന്യത്തിന് അവിടെയുള്ള എല്ലാ സ്വാധീനങ്ങളും നഷ്ടപ്പെട്ടു പോകും. 2 ദിവസം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ലിബിയ ഇവിടെ തകർന്നിരിക്കുകയാണ്. ഈജിപ്തിന്റെ തൊട്ടടുത്ത രാഷ്ട്രമാണ്. അതുപോലെ തന്നെ സുഡാനും തകരുമ്പോൾ ഈജിപ്തിന് ഇത്തരത്തിലുള്ള ശക്തികൾ അതോടുകൂടെ വലയം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതൊക്കെ വലിയ പദ്ധതിയുടെ, വലിയ ആസൂത്രണങ്ങളുടെ ഭാഗമാണ്. ഈ തീവ്രവാദികൾ ഞാൻ പറഞ്ഞു ഉണ്ടാക്കുന്നതും അതിനെ സൃഷ്ടിക്കുന്നതും അവരെ കൊണ്ട് അവർക്ക് ആയുധങ്ങൾ നൽകുന്നതും അവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യണം,
മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യണം, എങ്കിലേ അന്താരാഷ്ട്ര സഖ്യത്തിന് ഇടപെടാൻ പറ്റുകയുള്ളൂ. അതിനുവേണ്ടിയാണ് IS അവിടെ ഇടപെട്ടത്. ഇപ്പോൾ IS ഇല്ല. അതിനുവേണ്ടിയാണ് IS ഇടപെട്ടത്. മാത്രമല്ല IS ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്തത്, യഥാർത്ഥത്തിൽ മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ ചെയ്തത് ഇത്തരത്തിലുള്ള ശക്തികൾക്ക് വേണ്ടിയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവർ തന്നെയാണ് എന്ന് അവർ തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നു. എന്തായാലും സംഭവിക്കാൻ പോകുന്നത് വരും വർഷങ്ങളിലൂടെ നിങ്ങൾക്കൊക്കെ ബോധ്യമാകും. എന്താണ് സുഡാനിൽ സംഭവിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഈ സായുധ സംഘത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കൊരിക്കലും തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നടന്നതെല്ലാം ആസൂത്രിതമായ അന്താരാഷ്ട്ര തലങ്ങളിൽ നിന്നുള്ള വൻ പദ്ധതി മാത്രമാണ്. സുഡാനിന്റെ ഭരണം തകർക്കുക, അവിടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്. സുഡാൻ ഞാൻ പറഞ്ഞ ആ രൂപത്തിൽ എത്തിയതിനു ശേഷം തൊട്ടടുത്തത് ഈജിപ്ത് ആയിരിക്കും. അതോടുകൂടെ ഇസ്രായേലിലേക്ക് അടുക്കാനുള്ള എല്ലാ ചിറകുകളും എതിരാളികളുടേത് മുറിഞ്ഞു പോകും. പിന്നീട് ഗ്രേറ്റ് ഇസ്രായേൽ സൃഷ്ടിക്കുക എന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. അതിന്റെ മുന്നൊരുക്കമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. ലോകത്ത് മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ, സാധാരണക്കാരെ അറുകൊല ചെയ്യുന്ന ഏത് പ്രവർത്തനങ്ങൾ, ഏത് ടെററിസ്റ്റിന്റെ പിന്നിൽ നടക്കുന്നുണ്ടോ അതൊന്നും യഥാർത്ഥത്തിൽ ടെററിസ്റ്റുകളല്ല. നേരെ മറിച്ച് ഈ പറയുന്ന ഗ്രേറ്റ് ഇസ്രായേൽ സ്ഥാപിക്കാൻ പോകുന്ന ആളുകളുടെ കൂലി വേലക്കാർ മാത്രമാണ്, അവരുടെ ഏജൻസികൾ മാത്രമാണ് എന്ന് ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ബുദ്ധിശൂന്യരാണ് എന്ന് വിലയിരുത്താൻ കഴിയുകയുള്ളൂ.